നമസ്കാരം. അങ്ങനെ കാത്തിരുന്ന ഔട്ടർ റിംഗ് റോഡ് കടമ്പകൾ കടന്ന് മുന്നോട്ട് വരുന്നു. അപ്പോഴും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു. സേലികമിട്ട് ആരംഭിക്കുന്നു. പലരും ഇതിനകം വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ ടെൻഡർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ടെൻഡർ ക്ഷണിച്ചു. 5/6 തീയതിയായിരുന്നു ടെൻഡർ ക്ഷണിച്ചത്. 62.7 കിലോമീറ്റർ നാവായിക്കുളം വിഴിഞ്ഞം ഔട്ടർ റിംഗ് റോഡ്. വാസ്തവത്തിലൊരു ഔട്ടർ റിംഗ് റോഡ് അല്ല നമ്മൾ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ നമ്മൾ വിഭാവന ചെയ്തിരുന്നത്. അതിലോട്ട് പിന്നീട് വരാം. എന്തായാലും ഇപ്പോൾ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. NH 866 ഭാഗമായി BOT അടിസ്ഥാനത്തിലാണ്, ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ടോൾ മുടക്കുമുതലെല്ലാം ടോളിലൂടെ തിരിച്ചു കിട്ടുന്ന ഒരു സമയത്ത് റോഡ് തിരിച്ചേൽപ്പിക്കുക എന്നുള്ള അടിസ്ഥാനത്തിൽ സ്വകാര്യ മൂലധനമാണ് ആദ്യം വേണ്ടി വരുന്നത്. ലാസ്റ്റ് ഡേറ്റ് 5/8/26 ബിഡ് ഓപ്പണിംഗ് 7/8/26. അപ്പൊ 2 മാസത്തെ കാലയളവുണ്ട് ടെൻഡർ അനൗൺസ് ചെയ്തിട്ട്. നമ്മളും വളരെ ജാഗ്രതയോടെ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ ലാൻഡ് അക്വിസിഷന്റെ പകുതി തുക സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. സർവീസ് റോഡിന്റെ നിർമ്മാണവും അതിന്റെ ചെലവും സംസ്ഥാന സർക്കാരാണ്. ബാക്കി പൂർണ്ണമായും കേന്ദ്രത്തിൻ്റെതാണ്. അപ്പൊ ഏകദേശം ഒരു 3/2 കേന്ദ്രവും 3/1 സംസ്ഥാനവും എന്നുള്ള നിലയ്ക്കാണ് പദ്ധതി വിഭാവന ചെയ്തിരിക്കുന്നത്. ഏകദേശം 6563 ആളുകളുടെ സ്ഥലം ഏറ്റെടുക്കുന്നു. നഷ്ടപരിഹാരം അവർക്ക് നൽകണം. കോമ്പൻസേഷൻ വിത്തിൻ 2 months, 2 മാസത്തിനുള്ളിൽ അവർക്ക് പണം നൽകി തുടങ്ങും. ഇത് UDF ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ മേഖല എന്ന് പറയാൻ പറ്റില്ല, എല്ലാ മേഖലയെ സംബന്ധിച്ചും വളരെ സുപ്രധാനമായ ഒരു തീരുമാനമാണ്. ഇതെന്തുകൊണ്ട് LDF എടുക്കാൻ കഴിയാതെ പോയി എന്നൊരു ചെറിയ സംശയം നമുക്കിപ്പോൾ തോന്നാം. UDF ഗവൺമെന്റ് അധികാരത്തിലേറി 1 മാസം പോലും ആയില്ല. അതിനു മുമ്പ് അവർക്ക് ഇത്രയും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കാൻ കഴിയുമെങ്കിൽ 10 വർഷം വരുന്നവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ പോയി. അതുകൊണ്ടാണ് നമ്മൾ വളരെ രൂക്ഷമായി LDF സർക്കാരിനെ വിമർശിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് UDF ഗവൺമെന്റ് വളരെ താല്പര്യമെടുക്കണം. ഇത്തരം കാര്യങ്ങളിലെല്ലാം വളരെ വളരെ താല്പര്യമെടുത്ത് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നയിച്ചാൽ അടുത്ത ഇലക്ഷനിലും ഇതുപോലെ 102 എന്നുള്ളത് 140 സീറ്റ് വരെ എത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ കാത്തിരുന്ന ഔട്ടർ റിംഗ് റോഡിന്റെ ഒരു നടപടിക്രമം മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയ സംശയമുണ്ട്. കാരണം 11 തീയതിയാണ് ഇതിന്റെ എൻവയോൺമെന്റിന്റെ പബ്ലിക് ഹിയറിംഗ് വെച്ചിരിക്കുന്നത്. അതുകൂടി കഴിഞ്ഞിട്ട് വേണ്ടിയിരുന്നില്ലേ ഈ ടെൻഡർ അനൗൺസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിന്റെ ഒരു സാങ്കേതിക വിഷയം വരാമോ? കോടതികളിൽ ആരെങ്കിലും ചലഞ്ച് ചെയ്യാമോ? എൻവയോൺമെന്റ് ക്ലിയറൻസ് കിട്ടാതെ എങ്ങനെയാണ് ടെൻഡർ അനൗൺസ് ചെയ്തത് എന്നൊക്കെ പറയുന്ന നമ്മുടെ നാടല്ലേ. ജനാധിപത്യം ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം. എന്തായാലും അതുകൂടി 11 തീയതിയല്ലേ, അതുകൂടി കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്തിരുന്നെങ്കിൽ ഒരാഴ്ചത്തെ കാര്യമായിരുന്നു, നമുക്ക് കുറച്ചുകൂടി മനസ്സമാധാനം ഉണ്ടാക്കുമായിരുന്നു. എന്തായാലും ഒരു കാര്യം ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും, ഔട്ടർ റിംഗ് റോഡ് എന്നുള്ള ഒരു റോഡിനെ കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. പദ്ധതിയും അതാണ്. 804.72 കോടി കേന്ദ്രം, 3200 കോടി സംസ്ഥാനം ഒരു റോഡ് പണിയുന്നു. വാസ്തവത്തിൽ ഒരു റോഡല്ല ഈ പദ്ധതിയിലൂടെ വിഭാവന ചെയ്തിരുന്നത്. അതിന്റെ പേര് തന്നെ തേഞ്ഞ് ഇല്ലാതായിപ്പോയി. ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ എന്നാണ് ആദ്യകാലങ്ങളിൽ ഈ പ്രൊജക്ടിന് നൽകിയിരുന്ന പേര്. എന്ന് പറഞ്ഞാൽ ഒരു വലിയ വികസന പരിപ്രേക്ഷ്യം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതിന്റെ ഒരു നെടും തൂണാണ് റോഡ്. ആ റോഡിന്റെ ഇരുവശങ്ങളിലും ഉൽപാദന കേന്ദ്രങ്ങൾ, ലോജിസ്റ്റിക് കേന്ദ്രങ്ങൾ, വെയർഹൌസുകളുടെ ക്ലസ്റ്ററുകൾ തുടങ്ങിയൊരു വലിയ ശൃംഖല. നമ്മുടെ വികസിത രാജ്യങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു പക്ഷെ ദുബായ് പരിചയമുള്ളവർക്ക് എമിറേറ്റ്സ് റോഡെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു എമിറേറ്റ്സ് റോഡ് 16 ലൈനാണെന്ന് തോന്നുന്നു, നമുക്കിവിടെ 4 ലൈനേ ഉള്ളൂ. എന്തായാലും അതിന്റെ ഇരുവശങ്ങളിലും വലിയ തോതിലുള്ള ഉൽപാദനം നടന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് MSC ഐറിന വന്ന് പോയതുപോലെ, നമ്മൾ കാഴ്ച കണ്ടിരിക്കുന്നത് പോലെ വലിയ ട്രക്കുകൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന കാഴ്ചയും കണ്ട് നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും.
അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ അടിയന്തരമായി ചർച്ച ചെയ്യണം. ഇതിന്റെ ഇൻലെറ്റുകൾ, ഓരോ ജംഗ്ഷനിൽ നിന്നും ഉള്ളിലോട്ടുള്ള റോഡുകൾ, ഈ റോഡ് കടന്നു പോകുന്ന സ്ഥലങ്ങളിലുള്ള ലാൻഡ്, അതിന്റെ ലാൻഡ് പൂളിംഗ്, ജനങ്ങളെ കൂടി കോൺഫിഡൻസിൽ എടുത്തുകൊണ്ടുള്ള ഒരു ലാൻഡ് പൂളിംഗ് അങ്ങനെയൊക്കെ നടത്താമെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ജനകീയ പങ്കാളിത്തം ഈ ഗ്രോത്ത് കോറിഡോറിലൂടെയെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. കാരണം ജനങ്ങളുടെ ഒരു പങ്കാളിത്തമുള്ള ഒരു SPV, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറയും, ഒരു SPV രൂപീകരിച്ചാൽ ഈ 62.7 കിലോമീറ്റർ ദൂരത്തിന്റെ ഇരുവശങ്ങളിലും നടക്കുന്ന ഡെവലപ്മെന്റ് എല്ലാം ഒരു കമ്പനിയുടെ കീഴിൽ കൊണ്ടുവരിക, ആ കമ്പനിയുടെ ഷെയർ പൊതുജനങ്ങൾക്ക് കൊടുക്കുക. വലിയ തോതിലുള്ള ഒരു ഗ്രോത്ത് ഉറപ്പായിട്ട് സംഭവിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾ മുതൽ മുടക്കിയാൽ വലിയ റിട്ടേൺസ് അതിനകത്ത് നിന്ന് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പണമായിട്ടും ഇതിനകത്ത് മുടക്കാം, ഭൂമിയായിട്ടും മുടക്കാം. അങ്ങനെ ജനങ്ങൾക്ക് കൂടി പങ്കാളിത്തം നൽകുന്ന ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ട് ഈ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ അങ്ങനെ കൺസീവ് ചെയ്യണമെന്നും വികസിപ്പിക്കണമെന്നുമാണ് ഞങ്ങളെ പോലുള്ളവരുടെ ആഗ്രഹം. പൊതുജനങ്ങൾക്ക് അതുകൊണ്ട് മാത്രമേ നന്മയുള്ളൂ. ഭാവിയിൽ ആ നിക്ഷേപം വലിയ തോതിൽ വളരുകയുള്ളൂ. അതുകൊണ്ട് തുറമുഖത്ത് അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു അവസരം ഇവിടെയെങ്കിലും നൽകുവാൻ UDF ഗവൺമെന്റ് താല്പര്യമെടുക്കണമെന്നാണ് സേലിംഗ് കമ്മിറ്റിയുടെ അഭ്യർത്ഥന. കഴിഞ്ഞ ദിവസം സേലിംഗ് കമ്മിറ്റി പറഞ്ഞിരുന്നല്ലോ, ഒരു UPSC എക്സാമില് നമ്മുടെ തുറമുഖത്തെ കുറിച്ച് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ആരെങ്കിലും അയച്ചു തരണം. നമ്മുടെ പൈലറ്റ് അല്ലാത്ത അക്ഷയ് പരീക്ഷ എഴുതി. പരീക്ഷ എന്നറിയണ്ടേ? IAS, IPS തുടങ്ങിയ സിവിൽ സർവീസിലായിരുന്നു ചോദ്യം വന്നത്. 34ാമത്തെ ചോദ്യമായിട്ട് ചോദ്യം എങ്ങനെയായിരുന്നു? ഇൻ വാട്ട് വേസ് ഡസ് ദ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് റെപ്രസെന്റ് എ സ്ട്രക്ചറൽ ഷിഫ്റ്റ് ഇൻ ഇന്ത്യസ് മാരിടൈം ട്രേഡ് ആൻഡ് ലോജിസ്റ്റിക്സ് പോളിസി? ഒരു എന്ത് മാറ്റമാണ് ഈ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ഇന്ത്യയുടെ മാരിടൈം ട്രേഡില്, ലോജിസ്റ്റിക് പോളിസിയിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന് 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഉത്തരങ്ങളിൽ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ബൈ ഫംഗ്ഷനിങ് എക്സ്ക്ലൂസീവ്ലി ആസ് എ ഡൊമസ്റ്റിക് കാർഗോ ഹബ് ടു റെഡ്യൂസ് റിലയൻസ് ഓൺ കോസ്റ്റൽ ഷിപ്പിംഗ് ആൻഡ് എലിമിനേറ്റ് ദ നീഡ് ഫോർ ഫോറിൻ കൊളാബറേഷൻസ്. അപ്പൊ ഈ സബ്ജക്ട് അറിയാവുന്നവർക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവും. നമ്മൾ എക്സ്ക്ലൂസീവ് കോസ്റ്റൽ ഷിപ്പിംഗ് അല്ല വിഷയം. അക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയെന്ന് പറഞ്ഞു. ബൈ ഫംഗ്ഷനിങ് എക്സ്ക്ലൂസീവ്ലി ആസ് എ ഡൊമസ്റ്റിക് കാർഗോ ഹബ്, അവിടെ തന്നെ വെട്ടും. നമുക്ക് ഡൊമസ്റ്റിക് മാത്രമല്ല, നമുക്ക് ഇന്റർനാഷണൽ കൂടെ ഉണ്ട്. അപ്പോൾ ടു റെഡ്യൂസ് റിലയൻസ് ഓൺ കോസ്റ്റൽ ഷിപ്പിംഗ്, അത് കോസ്റ്റൽ ഷിപ്പിംഗിനെ ഇത് കുറയ്ക്കുക. ടു റെഡ്യൂസ് റിലയൻസ് ഓൺ കോസ്റ്റൽ ഷിപ്പിംഗ്, അതും പൊരുത്തപ്പെടുന്നില്ല ഈ പറയുന്ന കാര്യത്തിൽ. ഇതാണ് ഇന്ത്യസ് മാരിടൈം ട്രേഡ് ബൈ ഫംഗ്ഷനിങ് എക്സ്ക്ലൂസീവ്ലി ആസ് എ ഡൊമസ്റ്റിക് കാർഗോ എന്ന് പറയുകയും അതേസമയത്ത് റെഡ്യൂസ് റിലയൻസ് ഓൺ കോസ്റ്റൽ ഷിപ്പിംഗ് എന്ന് പറയുന്നത് പൊരുത്തപ്പെടുന്നില്ല. പൊരുത്തപ്പെടാതിരിക്കലാണ്, അതൊക്കെ കണ്ടുപിടിക്കലാണ് പരീക്ഷാർത്ഥികൾ ചെയ്യേണ്ട ജോലി. രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ബൈ ഫോക്കസിംഗ് പ്രൈമർലി ഓൺ പാസഞ്ചർ ക്രൂയിസ് ടൂറിസം. വിഴിഞ്ഞം തുറമുഖം ആദ്യത്തത് കോസ്റ്റൽ ഷിപ്പിംഗ് അതിനെ കുറിച്ച് വേണ്ടിയുള്ളതായിരുന്നു. രണ്ടാമത് പറയുന്നത് പാസഞ്ചർ ക്രൂയിസ് ഷിപ്പിംഗിന് വേണ്ടിയാണ്. അപ്പൊ അതും നമ്മളെപ്പോലുള്ളവർ വെട്ടും. രാജ്യം മുഴുവൻ എഴുതുന്നവർക്ക് ഇത് മനസ്സിലാകുമോ എന്നറിയില്ല. ചോദ്യത്തിൽ വിഴിഞ്ഞമെന്ന് പറയുമ്പോൾ ഇത് എവിടെയാണ് എന്നുള്ള ഒരു ചോദ്യവും എന്നുള്ളൊരു സംശയവും ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യം വരാം. അതിന്റെ ഉത്തരത്തിന്റെ അവസാനം വരാം. ബൈ ഫോക്കസിംഗ് പ്രൈമർലി ഓൺ പാസഞ്ചർ ക്രൂയിസ് ടൂറിസം ആൻഡ് ഹെറിറ്റേജ് ഷിപ്പിംഗ് ടു ഇൻക്രീസ് കേരളാസ് പ്രൊഫൈൽ. ഇവിടെ കേരള വരുന്നതുകൊണ്ട് അത് മാറിക്കിട്ടും. കേരളാസ് പ്രൊഫൈൽ ആസ് എ മാരിടൈം ഹെറിറ്റേജ് ഡെസ്റ്റിനേഷൻ. അപ്പൊ ഹെറിറ്റേജിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയും പാസഞ്ചർ ക്രൂയിസ് അതിനുവേണ്ടിയും ഒക്കെയാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് പണിയുന്നത് എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ അറിയുന്നവരതും തട്ടിക്കളയും. മൂന്നാമത് വരുന്നുണ്ട്. ശരിയായ ഉത്തരം മൂന്നാമത്തതാണ്. ബൈ ലിവറേജിംഗ് ഇറ്റ്സ് നാച്ചുറൽ ഡീപ് ഡ്രാഫ്റ്റ് ആൻഡ് സ്ട്രാറ്റജിക് ലൊക്കേഷൻ ടു റെഡ്യൂസ് ഡിപെൻഡൻസ് ഓൺ ഫോറിൻ ട്രാൻസ്ഷിപ്മെന്റ് പോർട്സ്. ഉത്തരം വന്നു കഴിഞ്ഞു. എന്താണ് നമ്മുടെ തുറമുഖത്തിന്റെ ലക്ഷ്യം സാധൂകരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഉത്തരം വന്നു കഴിഞ്ഞു. എൻഹാൻസ് റവന്യൂ റിറ്റൻഷൻ ആൻഡ് റീപൊസിഷൻ ഇന്ത്യ ഇൻ റീജിയണൽ മാരിടൈം ട്രേഡ്. മിക്കവാറും എല്ലാം ഉണ്ട്. 30 കൊല്ലം മുമ്പ് നമ്മളിത് പറയുമ്പോൾ പുച്ഛമായിരുന്നു. ഇപ്പോഴും ചിലർക്ക് പുച്ഛമാണ്. ഇപ്പോഴും ഈ തുറമുഖം വൻ നഷ്ടമാണ്.
ഇത് ഒരു വഴിക്ക് കൊള്ളാത്തതാണെന്ന് ഇപ്പോഴും പറയുന്ന ആളുകളുണ്ട്. എന്തായാലും UPSCയുടെ IASകാരെ വളർത്താനുള്ള ചോദ്യപേപ്പറിൽ ചോദ്യമിട്ടവർക്ക് കാര്യം ഇപ്പോൾ മനസ്സിലായി. ആൻഡ് റീപൊസിഷൻ ഇന്ത്യ ഇൻ റീജിയണൽ മാരിടൈം ട്രേഡ്. റീജിയണൽ മാരിടൈം ട്രേഡ് എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യ മുഴുവനുമുള്ള ട്രേഡിൽ റീപൊസിഷൻ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ്. അതിനകത്ത് വീണ്ടും ഉത്തരത്തിലും കൺഫ്യൂഷൻ തുടരുന്നുണ്ട്. ഒന്നാമത്തെ ഉത്തരം 1 മാത്രമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ 1ഉം 2ഉം ശരിയാണെന്ന് പറയുന്നുണ്ട്. കൺഫ്യൂഷൻ കൂട്ടാണ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിയുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഇത് കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തത് 2 and 3, 2ഉം 3ഉം എന്നുള്ളത് പറയുന്നുണ്ട്. നാലാമത്തത് 3 only. 3 only ആണ് ശരി. അല്ലാതെ കോസ്റ്റൽ ഷിപ്പിങ്ങിന് വേണ്ടിയോ അതിനു വേണ്ടിയോ ഒന്നും അല്ല. നമ്മുടേത് പൂർണ്ണമായും. ഇനി എനിക്ക് ഒന്നുകൂടെ ഒരു സംശയമുണ്ട്. എക്സ്ക്ലൂസീവ്ലി എന്ന് പറയുന്നത് കൊണ്ട് തെറ്റും. ആദ്യത്തെ നമുക്ക് ഡൊമസ്റ്റിക് കാർഗോയെ നമുക്ക് വേണമല്ലോ, പക്ഷെ എക്സ്ക്ലൂസീവ്ലി ആസ് എ ഡൊമസ്റ്റിക് കാർഗോ എന്ന് പറയുമ്പോൾ അതുമല്ല. അപ്പൊ പൂർണ്ണമായും 3ആണ്. നാലാമത്തെ ഉത്തരമാണ് ശരി. 3 only, മൂന്നാമത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ശരി എന്നുള്ള തലത്തിൽ നമ്മുടെ തുറമുഖം ദേശീയ പുതിയ കുഞ്ഞുങ്ങളെ IAS കുഞ്ഞുങ്ങളെ ഇടവെച്ച് വിരിയിക്കുന്ന പ്രക്രിയയിൽ നമ്മുടെ തുറമുഖം പങ്കാളിയായി എന്നുള്ളതും നമുക്ക് ഒരു സന്തോഷകരമായ കാര്യമാണ്.